7 ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാഫിക് ഡിസൈനിലെ ആറാമത്തെ ടോപ്പിക് ബാലൻസ് ആൻഡ് അലൈൻമെൻറ്റ്. നമ്മൾ ചെയ്യുന്ന ഡിസൈന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് ബാലൻസ്. നമ്മൾ ചെയ്യുന്ന ഡിസൈനിൽ എലമെൻറ്റ്സ് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു പ്രിൻസിപ്പിളിനെ ആശ്രയിച്ചിരിക്കുന്നു. ബാലൻസ് എന്നതിൻ്റെ അർത്ഥം എല്ലാ എലമെൻറ്റ്സും ഒരുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ അറേഞ്ച് ചെയ്യണമെന്നല്ല, മറിച്ച് അവ പൊസിഷൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവ കൊണ്ടുവരുന്നതിൽ ഒരു ഹാർമണി ഉണ്ടായിരിക്കണം. ഒരു യൂസർ ഇത് കാണുമ്പോൾ ഇതെന്താണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് എന്ന് തോന്നരുത്. മെയിനായിട്ട് 2 തരം ബാലൻസ് ഉണ്ട്: സിമ്മെട്രിക് ബാലൻസും അസിമെട്രിക് ബാലൻസും. സിമ്മെട്രിക് ബാലൻസിൽ ഒരു ഡിസൈൻ്റെ 2 ഭാഗവും സിമിലർ അല്ലെങ്കിൽ മിറർ ഇമേജ് പോലെ ആയിരിക്കും. എന്നാൽ അസിമെട്രിക് ബാലൻസിൽ എലമെൻസുകൾ ഒരുപോലെ അല്ലെങ്കിലും അവയ്ക്ക് ചുറ്റുമുള്ള വൈറ്റ് സ്പേസ്, കോൺട്രാസ്റ്റ് എന്നിവയൊക്കെ ഉപയോഗിച്ച് അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരും. ബാലൻസിനോട് വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് അലൈൻമെൻറ്റ്. നമ്മളുടെ ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബാലൻസ് ഓട്ടോമാറ്റിക്കലി വരും. നമ്മളുടെ വർക്കിന് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി അലൈൻമെൻറ്റ് എന്നുള്ളത് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇതേവരെ ചെയ്തത് വെച്ചിട്ട് നമ്മളുടെ ഡിസൈനിൽ ബാലൻസ് എന്ന പ്രിൻസിപ്പിൾ ഓൾറെഡി നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡിസൈനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്തത് തന്നെ സിമ്മെട്രിക് ബാലൻസ് എന്ന കൺസെപ്റ്റ് മനസ്സിൽ വച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിസൈനിൽ മുകളിലും താഴെയുമായിട്ടുള്ള 2 കോർണറിൽ 2 ട്രയാങ്കിളും അതേപോലെ തന്നെ മെസ്സേജും 2 കോർണറിലായിട്ടും പ്ലേസ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇവൻറ്റിനെയും നമ്മൾ പ്രോപ്പർ സെൻറ്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തപ്പോൾ ഈ യെല്ലോ ട്രയാങ്കിളിലുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ 2 ട്രയാങ്കിളിലും ഒരേപോലെ തന്നെ പ്ലേസ് ചെയ്തിരുന്നു. ഇതും സിമ്മട്രിയുടെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ആകെ ഇതിൽ ചെയ്യാനുള്ളത് അലൈൻമെൻ്റ് ആണ്. നമ്മൾ മുകളിലത്തെയും താഴത്തെയും ആ മെസ്സേജിനെ അലൈൻ ചെയ്യണം. അതേപോലെ തന്നെ അപ് ടു 80% ഓഫ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടന്റും നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം. അത്രയും നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ ഡിസൈൻ ഏകദേശം ഇങ്ങനെയാകും. ഇതിൻ്റെ കൂടെ ടേംസ് ആൻഡ് കണ്ടീഷനും ഞാൻ സെൻറ്ററിൽ നിന്ന് മാറ്റി അപ് ടു 80% ഓഫിൻ്റെ അടിയിലോട്ടാക്കിയിട്ടുണ്ട്. ഇതിൽ അവരുടെ മെസ്സേജ് റൈറ്റ് അലൈൻഡും അതേപോലെ തന്നെ സ്റ്റാർട്ട്സ് 1 day early ഫോർ പ്രീമിയം യൂസർ എന്നുള്ളത് ലെഫ്റ്റ് അലൈനുമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ ലേഔട്ട് പ്ലാൻ ചെയ്തപ്പോൾ സിമ്മട്രിക് ആയിട്ടുള്ളൊരു ഡിസൈൻ മനസ്സിൽ കണ്ടിട്ടാണ് അത് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സിമ്മട്രിക് ആയിട്ട് തന്നെ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഒന്നും 1 by 1 ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതല്ല. നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ നമ്മൾ ഇത് ഓരോന്നായിട്ട് കവർ ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ലേഔട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രിൻസിപ്പിളൊക്കെ ഓർമ്മ വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിൽ വെച്ചിട്ട് വേണം അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ബാലൻസ് ആൻഡ് അലൈൻമെൻറ്റിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റിയെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.